സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും നിറവായി നാളെ വിഷു. കണിയൊരുക്കാൻ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. സദ്യക്കുള്ള വിഭവങ്ങളും പുത്തൻ ഉടുപ്പുകളും പടക്കങ്ങളും വാങ്ങാനുള്ള തിരക്കിലാണ് എല്ലാവരും. ക്ഷേത്രങ്ങളും വിഷുക്കണിക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്ന് അശ്വിൻ ഡിയാഗോ, കോഴിക്കോട് നിന്ന് പാളയം മാർക്കറ്റിൽ നിന്ന് AK അഭിലാഷ്, എറണാകുളം മാർക്കറ്റിൽ നിന്ന് ശ്യാം ദേവരാജ് തുടങ്ങിയവരുണ്ട്. ആദ്യം തിരുവനന്തപുരം ചാല മാർക്കറ്റിലെ അശ്വിൻ ഡിയാഗോയിലേക്ക്. അശ്വിൻ, എങ്ങനെയാണ് മാർക്കറ്റ് ഉണർന്നത്? നികേഷ്, തലസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ ഒന്നാണ് ചാല മാർക്കറ്റ്. ആഘോഷം എന്തായാലും മലയാളികൾ സാധനം വാങ്ങാനായി ആദ്യം എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ വിഷുവിനോടനുബന്ധിച്ച് വിഷുവിന്റെ ഒരുക്കങ്ങൾ, അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് സാധനങ്ങളൊക്കെ എത്തി വലിയ തിരക്കാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത്. ഇന്ന് വലിയൊരു ചൂട് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ചയും കൂടി ആയതിനാൽ വൈകുന്നേരത്തോടു കൂടി ചാല മാർക്കറ്റ് വീണ്ടും സജീവമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം കനത്ത മഴയാണ് ഇവിടെ പെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആളുകൾ വീണ്ടും എത്തിത്തുടങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കടകളിലെല്ലാം സാധനങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. വിഷുവിനോടനുബന്ധിച്ച് കണി വെക്കുന്നതിന് കൊന്നപ്പൂവും, ചക്ക, മാങ്ങ, കണിവെള്ളരി, അതുപോലെ തന്നെ പൈനാപ്പിൾ അങ്ങനെ തുടങ്ങി മറ്റു സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആളുകളുടെ ഒരു തിരക്കും നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഉച്ചയായതിനാൽ തന്നെ, ചൂടുള്ളതിനാൽ തന്നെ ഇപ്പോൾ അത്ര സജീവമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ വൈകുന്നേരത്തോടു കൂടി ചാല മാർക്കറ്റ് വീണ്ടും സജീവമായി തുടങ്ങും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരും അതുപോലെ സാധനങ്ങൾ എത്തിക്കാൻ വരുന്ന ആളുകളുടെയും വണ്ടികളുടെയും ഒരു തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ചാല മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാം കിട്ടുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ്. അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല വിഷുവിനോടനുബന്ധിച്ച് സർവ്വ വിപണിയും ഇപ്പോൾ സജീവമായി തന്നെ തുടരുകയാണ്. പടക്കക്കടകളുണ്ട്, പടക്ക കച്ചവടക്കാർ അവർ ഒരു സന്തോഷത്തിലാണ്. മാത്രമല്ല നമുക്ക് കാണാം ഈ തെരുവിലെല്ലാം തന്നെ കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ കൃഷ്ണ വിഗ്രഹങ്ങളെല്ലാം ഇവിടെയുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇതിന്റെ വിലയൊക്കെ എങ്ങനെയാണ്? ചേട്ടാ, ഇതിന്റെ വിലയൊക്കെ എങ്ങനെയാണ്? അവരെന്തായാലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും വിപണി സജീവമായിരിക്കുന്നു. വിഷുക്കണി ഒരുക്കാനുള്ള വിഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ചാല മാർക്കറ്റിൽ നിന്ന് അശ്വിൻ ഡിയാഗോ കാണിച്ചു തരുന്നത്. കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്ന് AK അഭിലാഷ് കൂടി ചേരുന്നു. അഭിലാഷ്, മലബാറിലാണ്, വടക്കൻ കേരളത്തിലാണ് വിഷു യഥാർത്ഥത്തിൽ. ഓണമൊക്കെയാണ് തെക്കൻ കേരളം ആഘോഷപൂർവ്വം കൊണ്ടാടാറുള്ളത്. എങ്ങനെയുണ്ട് കോഴിക്കോട്? നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊന്നാണ് വിഷു. പ്രത്യേകിച്ച് പെരുന്നാളിന് പിന്നാലെ തന്നെ വരുന്ന വിഷു എന്നുള്ള നിലയിൽ തന്നെ വിപണിയൊക്കെ വളരെ തന്നെ സജീവമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയോടുകൂടി തന്നെ സജീവമായിരുന്നു. അതോടൊപ്പം തന്നെ വിലക്കയറ്റം വലിയ തോതിൽ ദൃശ്യമാണ് എന്ന് വേണം പറയാൻ. കാരണം ഇന്നലെയും ഇന്നുമായി വിലയിൽ വലിയ തരത്തിൽ അന്തരമുണ്ട്. തക്കാളി അടക്കമുള്ള സാധനങ്ങൾക്ക് വിലക്കയറ്റമാണ്. പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങ്, അതോടൊപ്പം തന്നെ പയറടക്കമുള്ള സാധനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. പ്രത്യേകിച്ച് ഈ വെണ്ടയ്ക്കാണ്. കഴിഞ്ഞ ദിവസം 55 രൂപയായിരുന്ന വെണ്ടയ്ക്ക് ഇന്നിപ്പോൾ 120 മുതൽ 140 രൂപ വരെയാണ് പല സ്ഥലങ്ങളിലും വിൽക്കുന്നത്. അതോടൊപ്പം തന്നെ തക്കാളിക്ക് സ്വതവേ വില കുറഞ്ഞ നിലയിലാണ്. 30-35 രൂപയ്ക്കാണ്. ഉരുളക്കിഴങ്ങിന് 40 രൂപയാണ്. ഏതായാലും വിപണിയിൽ പൊള്ളുന്ന വിലയാണ് എന്നുള്ളതാണ് ആളുകൾ പ്രധാനമായും പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ആയി കാണുന്നത് സർക്കാരിന് വിപണിയിൽ ഇത്തവണ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഇടപെടലുകൾ നടത്താൻ സാധ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. അത്തരത്തിൽ വിപണിയിൽ തോന്നുന്ന പോലെയുള്ള വിലയാണ് ഇന്ന് ഈടാക്കുന്നതെന്നുള്ള ആരോപണങ്ങൾ കൂടി കോഴിക്കോട് മാർക്കറ്റിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് വില ഇന്ന്? വിലയൊക്കെ പാകം തന്നെ. സാധാരണ തക്കാളി മാത്രമേ ഇത്തിരി കൂടിയിട്ടുള്ളൂ. പയറിനെന്താണ് വില? പയർ കാക്കിലോ 40 രൂപ, അതായത് 160 രൂപ. 120 രൂപ. വെണ്ടയ്ക്കോ? വെണ്ടയ്ക്ക് സാധാരണ 60 രൂപ ഉള്ളൂ. സാധാരണ വില തന്നെ. കൂടിയത് തക്കാളി മാത്രമേ ഉള്ളൂ. അത് വേറെ സ്ഥലത്തൊന്നും സാധനം വില കൂടിയത് കൊണ്ടാണ്. എങ്ങനെയുണ്ട് വില? വില കുറവുണ്ടെന്ന് പറയണ്ടേ. നിങ്ങൾ ഇന്നാ വന്നത്. സാധനമൊക്കെ വാങ്ങിയോ? സാധനം വാങ്ങി. വിസുല്ലേ ആഘോഷിക്കണല്ലോ, അപ്പൊ വാങ്ങി. വിലയൊന്നും നോക്കുന്നില്ല, സാധനം വാങ്ങുന്നില്ല. വില നോക്കിയിട്ട് കാര്യമില്ലല്ലോ, വിസു ആഘോഷിക്കണ്ടേ. അതന്നെ. വിഷുക്കണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയോ? വാങ്ങി വാങ്ങി വാങ്ങി. കണിവെള്ളരിക്ക് എന്താണ് വില? അത് മിഞ്ഞാനാണ് വാങ്ങിയതാ. വില കുറവ് തന്നെ, 15 രൂപ. കണിവെള്ളരിക്ക് സാറിന് നമുക്ക് വയ്യ, നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ഫോൺ നമ്പർ തരാൻ പറ്റുമോ? വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഏതായാലും വിപണിയിൽ വലിയ തരത്തിൽ വില വർധനവ് ഇന്നോടുകൂടിയാണ് ദൃശ്യമായത്. പ്രത്യേകിച്ച് വലിയ മാർക്കറ്റുകളിലൊന്നും അത്രത്തോളം വലിയ വില ഇന്നും ഇല്ല. പക്ഷേ ചില്ലറ വിൽപ്പനശാലകളിലാണ് വില വർധനവ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ന് അതോടൊപ്പം തന്നെ ഈ വിഷുക്കണി ഒരുക്കുന്നതിന് ആവശ്യമായ കണിവെള്ളരിക്ക് 50 രൂപ മുതൽ 60 രൂപ വരെയാണ് ഇന്നിപ്പോൾ ഈടാക്കുന്നത്. ഏതാണ്ട് 1/2 കിലോ മാത്രം തൂക്കം വരുന്ന ഇത്തരത്തിലുള്ള കണിവെള്ളരി. അതോടൊപ്പം തന്നെ ചക്കയ്ക്ക് 60 രൂപ കിലോ, 60 രൂപ ഈടാക്കുന്നു. അതോടൊപ്പം തന്നെ വിഷുക്കണിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന കണിക്കൊന്നയ്ക്കാണ് ഏറ്റവും കൂടുതൽ വില
കൂടിയുള്ളത്. ഒരു കൊന്ത് കണിക്കൊന്നയ്ക്ക് 50 രൂപ വരെ ഈടാക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഏതായാലും വിഷു ആഘോഷിക്കാൻ തന്നെ ഒരുങ്ങിയിരിക്കുന്നു മലയാളി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ന പോലെ തന്നെ ഇന്ന് വലിയ തരത്തിൽ മാർക്കറ്റിലേക്ക് എത്തുകയാണ്. പച്ചക്കറിക്കാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ തവണയൊക്കെ ഇത്തരത്തിൽ വില വർധന ഉണ്ടായിരുന്നു എന്ന് കൂടി പറയും. എങ്ങനെയുണ്ട് വില? പക്ഷെ പച്ചക്കറിക്ക് നല്ല വിലയാണ്, കൂടുതലാണ്. പിന്നെ ഉള്ളി, തക്കാളി, കിഴങ്ങൊക്കെ വില കുറവുണ്ട്. ഏറ്റവും കൂടുതൽ പയറ്, പിന്നെ വഴുതന, കയ്പ ഒക്കെ വില കൂടുതലുണ്ട്. അതായത് ഒരു സാമ്പാർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ വലിയ വില കൊടുക്കണം. തീർച്ചയായും കൊടുക്കേണ്ടി വരും. എങ്ങനെയാണ് കറിവെള്ളരി ഇന്ന് വിൽക്കുന്നത്? കണ്ണൂർ ഇപ്പം ടൈറ്റാണ്, കിട്ടാനുമില്ല. ഈ എണ്ണത്തിനാണോ വില ഇതിന്? ഇപ്പം എണ്ണത്തിനാണ് വില 40 രൂപ. ഇതിന് 40 രൂപ. ചേട്ടാ പച്ചക്കായ്ക്ക് എങ്ങനെയാണ് വില? പച്ചക്ക 40 രൂപ കിലോ. സാധനമൊക്കെ വാങ്ങിയോ? സാധനം വാങ്ങാൻ വന്നാണ്, വാങ്ങിക്കൊടുക്കാണ്. വില നോക്കിയോ? വില കൂടുതൽ വിലയാണ്, വില കുറഞ്ഞ അവസ്ഥയല്ല ഉള്ളത്. ഏതായാലും വിഷു ആഘോഷിക്കാൻ തീരുമാനം ആഘോഷിക്കാൻ തീരുമാനിച്ചാണ്. പടക്കമൊക്കെ വാങ്ങിയോ? പടക്കം വാങ്ങിക്കൊടുക്കാണ്. അതിനെ കുട്ടിയെ കൂടി വന്നത്. പടക്ക വിപണി എങ്ങനെയുണ്ട്? വില കൂടുതലാണോ? പടക്ക വിപണി സാധാ പോലെ തന്നെയാണ്, എന്നാലും വില നോക്കൊന്നുമില്ലല്ലോ, ആഘോഷിക്കാന്നുള്ളതാണല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വില വർദ്ധിച്ചായി കരുതുന്നത്? അത് വില വർദ്ധിച്ച കരുതുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണല്ലോ. ചേട്ടാ എങ്ങനെയാണ് ഇന്നത്തെ വില? എങ്ങനെയുണ്ട് വിലയുണ്ടോ? വില നിലവാരം ഒന്നിപ്പോ കുറച്ച് ഇന്നലെയും പെഞ്ഞാന്നക്കാരും കുറച്ച് കൂടുതൽ വില ഉണ്ടായത്. കയ്പയും പയറും വില കൂടുതൽ. സാധനങ്ങൾ കയ്പ പയറിനൊക്കെ വില കൂടുതൽ. കയ്പ എന്താണ് വില? കയ്പ കിലോ 200. കയ്പ പയറൊക്കെ 200 മേപ്പോട്ടുണ്ട്. ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ സാധാരണ വില, ഉള്ളി, തക്കാളി ഒക്കെ സാധാരണ വിൽക്കുന്ന വില ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ വില വർദ്ധിച്ചിരിക്കുന്നത്? ഇപ്പൊ പെരുന്നാളിന്റെ ലീവ് എല്ലാ കാര്യങ്ങളും ഉള്ളതിനെ കൊണ്ടാണ് ഇപ്പൊ കുറച്ച് വില കൂടിയത്. സാധനം എത്താൻ വൈകുന്നുണ്ടോ? പിന്നെ സാധനം വെച്ചാല് ഇതെല്ലാം ആണ്ടത്തേക്ക് ഇങ്ങനെ തന്നെയാണ്. ഈ ഓണം വിഷു വന്നാൽ ഈ കയ്പയും പയറും സ്വതവേ വില കൂടും. സ്വതവേ ഓണം വിഷു വന്നാൽ പയറ്, വെണ്ടയ്ക്ക്, കയ്പൊക്കെ വില കൂടുന്നതാണ്. ബാക്കിയുള്ള സാധനത്തിനൊക്കെ സാധാരണ വില കുറവ് തന്നെയാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾക്കിടയിൽ വില വർദ്ധിക്കുന്നു എന്ന് ആണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ കോഴി വിലയാണ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത്. കിലോയ്ക്ക് 260 രൂപയാണ് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കോഴി വില നിൽക്കുന്നത്. കാരണം പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ കോഴി വില ഉയർന്നു തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം പോലും വില കുറയാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന കാര്യം. ഏതായാലും സർക്കാരിന് ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള അഭിലാഷാണ് പാളയം മാർക്കറ്റിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. മലബാറിൽ നോൺ വെജ് കഴിച്ചുള്ള വിഷു തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് തന്നെ കോഴിക്ക് കിടക്കപ്പുറതി ഉണ്ടാകില്ല, പ്രത്യേകിച്ച് പെരുന്നാളിന് ശേഷം. എറണാകുളം മാർക്കറ്റിൽ നിന്ന് ശ്യാം ദേവരാജ്. ശ്യാം, എറണാകുളത്തെ സ്ഥിതി എന്താണ്? നിതീഷ് കുമാർ, എറണാകുളത്തെ സ്ഥിതി അല്പം, അതായത് കച്ചവടം തീരെ കുറഞ്ഞ ഒരു സമയമാണ്. പ്രത്യേകിച്ചും കനത്ത ചൂടാണ്. ഈ ഒന്ന് വേനൽക്കാലമാണ്, ആ വേനൽക്കാലത്തിനൊപ്പം അതേ ചൂട് പോലെ തന്നെയാണ്, പൊള്ളുന്ന വിലയുണ്ട്. ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വിഷുവുമായി ബന്ധപ്പെട്ട് നിരവധിയായ സാധനങ്ങൾ ഇവിടെ നേരത്തെ തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കച്ചവടം വലിയ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള ആണ്. ഇത് കൈതച്ചക്കയുണ്ട്, ഒപ്പം ഇടിച്ചക്ക, അങ്ങനെ കണിവെള്ളരി ഉൾപ്പെടെയുള്ളവ ഉണ്ട്. ഇതെല്ലാം ഈ കണിവെള്ളരിയൊക്കെ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നാണ് പറയുന്നത്. ഈ ചക്കയൊക്കെ നാടൻ ചക്കയാണ്. വിഷു ആഘോഷിക്കാൻ വേണ്ടിയുള്ള ആഘോഷത്തിന്റെ ഭാഗമായി അതിന് വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ചിട്ടുള്ളതാണ്. നമുക്കിവിടെ കച്ചവടക്കാരനായ ജോയി ചേട്ടനുണ്ട്. ജോയി ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ വിഷുവായിട്ട് കച്ചവടം വിഷുവായിട്ട് കച്ചവടം രാവിലെ ഉണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ വെയിലിൻ്റെ ചൂട് കാരണം ഉച്ച സമയത്തൊക്കെ ആൾ കുറയും. ഇനി വൈകുന്നേരം ആകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. കച്ചവടം മുൻ വർഷങ്ങളെക്കാൾ അത്രയും പോരാ. എന്താ ചില ഐറ്റംസിനൊക്കെ ഇത്തിരി വില കൂടിയുണ്ട്. ബീൻസ്, പയർ, അങ്ങനെ 1-2 ഐറ്റത്തിനൊക്കെ ഇത്തിരി വില കൂടിയുണ്ട്. അതൊക്കെ സാധാരണക്കാരന് മേടിക്കാൻ പറ്റാത്ത വിലകളാണ്. അത്യാവശ്യക്കാർ വാങ്ങിക്കുന്നുണ്ട്. നാടൻ ഈ സാധനങ്ങളൊക്കെ എത്തുന്നത് എവിടുന്നാ? സാധനങ്ങൾ ഇപ്പോൾ വെള്ളരിക്കൊക്കെ തൃശ്ശൂർ ആ ഭാഗത്തു നിന്നൊക്കെയാണ്. തൃശ്ശൂർ, പിന്നെ ഇടിയഞ്ചക്കൊക്കെ അടുത്ത പരിസരങ്ങളിൽ നിന്നും. പൈനാപ്പിൾ വന്നിരിക്കുന്നത് വാഴക്കുളം ആ ഭാഗത്തു നിന്നൊക്കെയാണ്. ഈ ആളുകളൊക്കെ വൈകുന്നേരത്തോടു കൂടിയാണോ സാധാരണ ഇതിലെത്താറുള്ളത്? അത് രാവിലത്തെ കച്ചവടം എങ്ങനെയാണ്? അത് സാധാരണ മുൻ വർഷങ്ങളിലൊക്കെ വിഷുവിനൊക്കെ ആ സമയത്തൊക്കെ വെയിലെങ്ങനെ ഇത്രയും ഉണ്ടാകാറില്ല. അപ്പം രാവിലെ തുടങ്ങി അത്യാവശ്യം നല്ല തിരക്കുണ്ട് വൈകുന്നേരം വരെ. ഇപ്പം എന്താ വെച്ചാൽ വെയിലിൻ്റെ ചൂട് കാരണം ഉച്ച സമയത്ത് ആൾ വളരെ കുറയും. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ അത്യാവശ്യം തിരക്കാവും. അങ്ങനെയാണ്. ഏതായാലും വിഷുവിന്റെ ഒരുക്കങ്ങൾക്കായി ആളുകൾ മാർക്കറ്റിൽ എത്തി തുടങ്ങിയിരിക്കുന്നു. കണിവെക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയും സംഭരിച്ചു തുടങ്ങിയിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ചാല മാർക്കറ്റിൽ നിന്ന്, പാളയം മാർക്കറ്റിൽ നിന്ന്, എറണാകുളത്ത് നിന്ന് ഒക്കെയാണ് വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. വിപണി സജീവമായിരിക്കുന്നു. പെരുന്നാളിന് ശേഷം വരുന്ന വിഷു, വളരെ വേഗത്തിൽ വരുന്ന വിഷു സ്വാഭാവികമായും മാർക്കറ്റുകളെ ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.